ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് തോന്നി. ഇവിടെ സംസാരിക്കുമ്പോഴത്തേക്ക് അതിനെ മേയർ പറയുകയുണ്ടായി, നിങ്ങൾ അപ്പോൾ പാട്ട് പാടാൻ പറഞ്ഞാലാണ് സന്തോഷം. എത്ര തന്നെ തിരക്കുകൾ ഉണ്ടാവട്ടെ, നമ്മൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും നമ്മളൊരു ഇന്നാണ് അതിൻ്റെ തുടക്കം. അത് വളരെ വൈകിപ്പോയി എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. എൻ്റെ ചിത്തിരത്താമരത്തുമ്പി നിന്റെ കുട്ടിക്കുറുമ്പിനിക്കിഷ്ടം സിനിമയിൽ ലാലേട്ടൻ പറഞ്ഞ പോലെ ഇടവേളകൾ ആസ്വാദ്യകരമാക്കുക. വേദിയിലും സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്കും ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം ഇങ്ങനൊരു അവസരത്തിൻ്റെ ഭാഗമായി എന്നെയും ക്ഷണിച്ചതിൽ. ഞാൻ വിചാരിച്ചത് വളരെ പണ്ട് തൊട്ടേ കോർപ്പറേഷൻ ഓഫീസിൽ ഇങ്ങനെ ഒരു കലാ സാംസ്കാരിക സംഘടന ഉണ്ടായിരുന്നു എന്നാണ്. കാരണം എൻ്റെ അച്ഛനും അമ്മയും ഗവൺമെൻറ് സർവീസിലാണ് ആയിരുന്നു, അവിടുന്ന് റിട്ടയർ ചെയ്തു. അച്ഛൻ ടീച്ചറായിരുന്നു, അമ്മ സെക്രട്ടേറിയറ്റിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ഓഫീസിൽ പണ്ട് തൊട്ടേ കലാ സാംസ്കാരിക സംഘടനകൾ ഉണ്ടായിരുന്നു. ഞാൻ അതിലൊക്കെ കുടുംബാംഗങ്ങളും ഒക്കെ പങ്കെടുക്കുന്ന പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഓണായാലും മറ്റ് പല സെലിബ്രേഷൻ വാർഷികങ്ങൾ ഒക്കെ വരുമ്പോൾ അതിലൊക്കെ പാടിയാണ് എൻ്റെ തുടക്കം എന്ന് പറയുന്നത് കുട്ടിക്കാലത്ത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇതുപോലുള്ള എല്ലാ ഗവൺമെൻറ് ഓഫീസുകളിലും അങ്ങനെ ഒരു സംഘടന ഉണ്ടായിരിക്കും എന്നാണ്. പക്ഷേ ഇന്നാണ് അതിൻ്റെ തുടക്കം. അത് വളരെ വൈകിപ്പോയി എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം ദിനേശ് മണിക്കർ സാർ ഇവിടെ സംസാരിച്ചപ്പോൾ കലയ്ക്ക് പ്രായമൊന്നുമില്ല, എന്നാലും നിങ്ങൾക്കുള്ള ഇടവേളകൾ, നമ്മൾ സിനിമയിൽ ലാലേട്ടൻ പറഞ്ഞ പോലെ ഇടവേളകൾ ആസ്വാദ്യകരമാക്കുക, ആനന്ദകരമാക്കുക എന്നുള്ളത് എല്ലാവർക്കും ബാധകമല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഈ കലാ സാംസ്കാരിക സംഘടനയായ തിരു അരങ്ങിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരുപാട് കലാകാരന്മാർ ഇവിടെ നിന്നും ഇനി വൈകിട്ടില്ല പിറവി എടുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ലൊരു സംഘടനയായി ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. പാട്ട് വേദിയിൽ നിന്ന് പ്രസംഗിച്ചൊന്നും ശീലമില്ല, പാട്ടുപാടി മാത്രമാണ് ശീലമുള്ളത്. അപ്പോൾ ഒരു പാട്ട് പാടാൻ പറഞ്ഞാലേ ഉള്ളൂ എനിക്ക് സന്തോഷം, പറഞ്ഞില്ലെങ്കിൽ എനിക്ക് വിഷമമാണ്. കാരണം എന്ത് സംസാരിക്കും, ഒരു പരിമിതിയുണ്ട് എനിക്ക്. അധികം വാക്കുകളോ പ്രസംഗിക്കാനോ ഒന്നുമുള്ള ഒരു കഴിവൊന്നുമില്ല. അപ്പോൾ പാട്ട് പാടാൻ പറഞ്ഞാലാണ് സന്തോഷം. എനിക്കിഷ്ടമുള്ള ഞാൻ പാടിയ പാട്ട് ആദ്യമായി പാടിയത് അശ്വാരൂഢൻ എന്ന സിനിമയായിരുന്നു. അഴകാലിലെ മഞ്ഞച്ചിറകിലെ പൂത്താലി, അതാണ് എൻ്റെ ആദ്യത്തെ ഫിലിം സോങ്. പക്ഷെ എനിക്ക് കിട്ടിയ ഭാഗ്യം എന്ന് വിചാരിക്കുന്ന മറ്റൊരു പാട്ട് 2010 റിലീസ് ചെയ്ത ഫോർ ഫ്രണ്ട്സ് എന്ന സിനിമയിലൊരു പാട്ടാണ്. ഭാഗ്യം എന്ന് പറയാൻ കാരണം നമ്മളേവരും ആരാധിക്കുന്ന നമ്മുടെ സ്വന്തം യേശുദാസ് സാറിനോടൊപ്പമാണ് ആ പാട്ട് പാടാനുള്ളൊരു ഭാഗ്യം കിട്ടിയത്. ആ പാട്ട് പാടട്ടെ. ചെറിയ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ലിറിക്സ് ആണ്. താളോടിക്കോ? ഓർക്കസ്ട്രയൊന്നുമില്ല, അപ്പം നിങ്ങൾ താളോടിക്കണം. റെഡി? എൻ്റെ ചിത്തിരത്താമരത്തുമ്പി നിന്റെ കുട്ടിക്കുറുമ്പിനിക്കിഷ്ടം ഇലക്കൂട്ടിലേ കളിക്കുഞ്ചലേ നിന്നെ പൊട്ടുകുത്തിക്കാൻ മൈന കണ്ണുവാലിട്ടെഴുതാൻ തത്ത വിരുന്നേകുവാൻ പിറന്നാൾ കിളി എൻ്റെ ചിത്തിരത്താമരത്തും ഓണക്കാലമാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകളും നേരുന്നു. ഒരു ഓണപ്പാട്ട് കൂടി പാടാം. അപ്പോൾ എല്ലാവർക്കും ചേർന്ന് പാടാം. അറിയാവുന്ന പാട്ടാണ്. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. താങ്ക് യു.
എനിക്ക് വളരെ പേഴ്സണലി ഒത്തിരി ഇഷ്ടമുള്ള എൻ്റെ ചേച്ചിയാണ് അഖില ചേച്ചി. താങ്ക് യു സോ മച്ച് ചേച്ചി. കാരണം ചിങ്ങം 1 നമ്മളെല്ലാവരെയും ഈ ഒരു ഓണം മോഡിലേക്ക് എത്തിച്ചതിന്, അതോടൊപ്പം നമ്മുടെ കലാവേദിയുടെ ഉദ്ഘാടനവും ഇത്ര മനോഹരമായി നിർവഹിച്ചതിന്. ഇനി നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നേരത്തെ ഷൈനി മാഡം പറഞ്ഞ പോലെ പേരിൽ തന്നെയുള്ള പ്രിയങ്ക മാഡം ശരിക്കും ഒരു തനി മലയാളി കുട്ടി. അതാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വരുന്നത്. ഉരുകുതേ മരുകുതേ ഒരേ പാർവയാലേ. ഈ പാട്ട് കേട്ടാൽ ഈ മുഖം മാത്രമാണ് നമ്മുടെ മനസ്സിൽ വരുന്നത് അല്ലേ? അത്രയ്ക്കും അത് ഒരു തമിഴ് സിനിമയാണ്, എന്നാലും ഒരുപാട് മലയാള ചിത്രങ്ങളിലൂടെ നമ്മുടെ എല്ലാം ഹൃദയത്തിൽ ഇടം നേടിയ ശ്രീമതി പ്രിയങ്ക. ഈ വളരെ എനിക്ക് ഇന്നലെയാണ് ഇങ്ങനെ ഒരു നമ്മുടെ സാംസ്കാരിക വേദിയുടെ ഉദ്ഘാടനമുണ്ടെന്ന് അറിയിച്ചത്. വളരെ സന്തോഷത്തോടെ സമയം കണ്ടെത്തി ഇന്ന് വരാൻ കാണിച്ച മനസ്സിനെ ആദ്യം നന്ദി പറയുന്നു. വേദിയിലിരിക്കുന്ന ആദരണീയരായ മറ്റു വിശിഷ്ട വ്യക്തികളെ, സദസ്യരെ, നമസ്കാരം. ശരിയാണ്, എന്നെ മെനഞ്ഞാന്നാണ് നമ്മുടെ ആദരണീയനായ മേയർ ഇങ്ങനെ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ക്ഷണിക്കുന്നത്. ഇന്നലെ ഞാൻ വരാമെന്ന് പറഞ്ഞു. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും എനിക്കും അത് പുതുമയുള്ള കാര്യമായിട്ട് തോന്നി. കാര്യം ഇത്രയും വർഷമായിട്ട് ഇത്തരത്തിലൊരു കലാ സാംസ്കാരിക സംഘടന അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ ഇവിടെ ഇല്ല എന്ന് പറയുന്നത് അത് ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് തോന്നി. ഇവിടെ സംസാരിക്കുമ്പോഴത്തേക്ക് അതിനെ മേയർ പറയുകയുണ്ടായി, നിങ്ങളുടെ ആ ഒരു തിരക്കിൻ്റെ ഇടയിലുള്ള ഒരു ആശ്വാസം, അത് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, ഞാൻ ഓർത്തു വെച്ചതാണ്, മറന്നുപോയി. നിങ്ങളുടെ ഈ തിരക്കുകൾക്കിടയിൽ ഉള്ള ഒരു അയവ്, അതാണ് കാര്യം. നമ്മൾ എപ്പോഴും നമ്മുടെ സ്കൂൾ കോളേജ് ലൈഫിലൊക്കെ നമുക്ക് എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള കലാപരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കഴിവുകളുണ്ടാവും. ചിലർ നന്നായിട്ട് വരയ്ക്കും, പാട്ടുപാടും, ഡാൻസ് ചെയ്യും, നന്നായിട്ട് സംസാരിക്കണവരുണ്ടായിരിക്കാം, നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യാൻ കഴിവുള്ളവരുണ്ടായിരിക്കാം. പക്ഷെ നമ്മളിവിടെ വരുമ്പോൾ ഈ ഒരു ജോലി തിരക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സ്ട്രെസ്സിൽ എല്ലാവരും ഇങ്ങനെ കൂടിപ്പോവും. കാര്യം രാവിലെ വീട്ടിലെ കാര്യങ്ങളെല്ലാം തീർത്തിട്ട് ഇവിടേക്ക് വരുന്നു, ഓഫീസിൽ വന്നാൽ അതിനേക്കാളും വലിയ സ്ട്രെസ്സ്. ഇതും കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ അടുത്ത ദിവസം എന്തെന്നുള്ള ചിന്തയിലായിരിക്കും ഇവിടെയുള്ള ഒട്ടുമിക്ക എല്ലാവരുടെയും. പ്രത്യേകിച്ചും സ്ത്രീകളൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും മെജോറിറ്റി അങ്ങനെ തന്നെ ആയിരിക്കും. പുരുഷന്മാരുടെയും കാര്യമൊന്നും കുറവൊന്നും അല്ല. പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ട് പോകുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു സ്ട്രെസ് അത്രയുമാണ്. അപ്പൊ അതിൽ നിന്നുള്ളൊരു റിലാക്സേഷനാണ് ഞാനതിനെ കാണുന്നത്. നിങ്ങളുടെ എല്ലാവരും, എൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാ വ്യക്തികളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരുപാട് കഴിവുകൾ നിറഞ്ഞവരാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ഒരുപാട് ഇഷ്ടങ്ങളുണ്ടായിരുന്നു. നിങ്ങൾ എപ്പോഴൊക്കെയോ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് മനസ്സിൽ, അല്ലെങ്കിൽ നമ്മളത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ കഴിയാതൊക്കെ മനസ്സിൽ ഇങ്ങനെ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ചധികം ആഗ്രഹങ്ങളുണ്ട്. നമുക്കിപ്പോഴും നമ്മളൊരു കാര്യം നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ മുന്നിൽ, അത് നമ്മളുടെ ഫാമിലി ആയിരിക്കാം, നമ്മളുടെ വർക്കേഴ്സ് ആയിരിക്കാം, സുഹൃത്തുക്കളായിരിക്കാം, അവരുടെ മുന്നിൽ നമ്മളത് ചെയ്ത് കാണിക്കുമ്പോൾ അവരുടെ മുന്നിൽ നിന്ന് കിട്ടുന്ന, നമ്മളൊരു നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു അപ്രീസിയേഷൻ, അല്ലെങ്കിൽ ഒരു പാട്ടോ 4 വരിയോ എഴുതുകയോ പറയുകയോ വർത്തമാനം പറയുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അപ്രീസിയേഷൻ എന്ന് പറയുന്നത് നമുക്ക് വീണ്ടും നമ്മൾ എടുക്കുന്ന പണി എത്രയോ മടങ്ങ് എടുക്കാനുള്ളൊരു വല്ലാത്തൊരു ഊർജ്ജമാണ്. നമുക്ക് വീണ്ടും നമ്മുടെ മനസ്സുകൊണ്ട് വീണ്ടും ചെറുപ്പമായിട്ട് മുന്നോട്ട് ഓടാനുള്ളൊരു വലിയ ഊർജ്ജമാണ് പകർന്നു നൽകുന്നത്. എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ആ ഒരു കഴിവുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ എത്ര തന്നെ തിരക്കുകൾ ഉണ്ടാവട്ടെ, നമ്മൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും നമ്മളൊരു സമയം മാറ്റിവെക്കുക തന്നെ വേണം. ചിലപ്പോൾ നമുക്ക് 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒന്നും മാറ്റിവെക്കാൻ ഉണ്ടാവില്ല. നമ്മളൊക്കെ മൾട്ടി ടാസ്ക് ചെയ്യാൻ കഴിയുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മളുടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനിടയിൽ ഞാൻ എനിക്ക് വേണ്ടി ചെയ്യുന്നു എന്ന് പറഞ്ഞ് ചെറിയൊരു സമയം നമുക്ക് മാറ്റി വെക്കാനുണ്ടാവുമെങ്കിൽ, അത് ഒരു ദിവസം നമ്മളൊരു 10 മിനിറ്റ് ആണെങ്കിൽ നമ്മളൊരു 5 ദിവസം ആകുമ്പോഴത്തേക്ക് അത് 50 മിനിറ്റ്, 6 ദിവസം ആകുമ്പോഴത്തേക്ക് 1 മണിക്കൂറാവാണ്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് നമ്മളുടെ ആ കഴിവുകളെ വീണ്ടും, നമ്മളുടെ ഇഷ്ടങ്ങളെ നമുക്ക് വീണ്ടും പൊടി തട്ടിട്ട് എടുക്കാൻ പറ്റും. അത്തരത്തിൽ നിങ്ങൾക്ക് വീണ്ടും അത്തരത്തിലുള്ള ഒരു വലിയ വേദിയാണ് നിങ്ങളെല്ലാവരും ചേർന്ന് ഇവിടെ ഒരുക്കുന്നത്. അതിലും വളരെയധികം സന്തോഷമുള്ള കാര്യം വീണ്ടും നിങ്ങളിവിടെ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ ചെല്ലുകയാണ്. കാര്യം ഞാൻ മുന്നോട്ട് പോകുമ്പോൾ മറ്റുള്ളവർക്ക് കൂടി, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ കൂടെ ഒരു കൈത്താങ്ങാകെ അവരെയും കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നെടുക്കുന്ന ഒരു തീരുമാനം, അതിന് കാണിക്കുന്ന ഒരു മനസ്സ്, എഫേർട്ട് എന്നൊക്കെ പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. തിരുവരങ്ങിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ നഗരസഭയ്ക്ക് ചെയർമാന് എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവർക്കും ഹൃദയ
ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഈ ഒരു വർഷം തുടർന്നുള്ള വർഷങ്ങൾ ഗംഭീരമാവട്ടെ. ഇതൊരിക്കലും അവസാനിപ്പിക്കരുത്. ഇത് നിങ്ങൾക്ക് ശരിക്കും ഇതിനെ നിങ്ങളുടെ കഴിവുകളെ വളർത്തിയെടുക്കാനുള്ള ഒരു വലിയ അവസരമായിട്ട് കണ്ടുകൊണ്ട് തന്നെ ഇതിനെ നിങ്ങൾ വളർത്തിക്കൊണ്ട് വരണം എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. നന്ദി, നമസ്കാരം.